ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സൂര്യ നന്ദിനിയെക്കുറിച്ചുള്ള ആ മഹാസത്യം വിവേകിനോട് തുറന്ന് പറയാൻ കേട്ടോ. തൻ്റെ ഭാര്യയ്ക്ക് ഇംഗ്ലീഷ് അറിയാഞ്ഞിട്ടല്ല അവൾ ഇംഗ്ലീഷ് പറയാതിരുന്നത്, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ചെയ്ത ത്യാഗമാണ് എന്ന് പറയാൻ കേട്ടോ. ഇതൊന്ന് പറയാൻ നീ എന്നെ അനുവദിക്ക്. കുറേ നേരമായല്ലോ. അവൾ അടുക്കളക്കാരിയാണ്, അവൾക്ക് പുറം ലോകം അറിയില്ല, അവൾക്ക് സ്റ്റേജിൽ കയറാൻ അറിയില്ല. അവൾ അത് കണ്ട് ഭയന്നു, മൈക്ക് കണ്ട് ഭയന്നു. പണ്ടത്തെ ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്റ്റേജിൽ കയറുമ്പോൾ മൈക്ക് കാണുമ്പോൾ കാലിന് വിറയൽ വരുമെന്ന്. അതുപോലെയൊക്കെയുള്ള ഒരു കാര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ നീ ഇപ്പം എന്നോട് പറഞ്ഞല്ലോ. ആ പറഞ്ഞത് തന്നെ എനിക്ക് നിന്നോട് തിരുത്തി പറയുന്നു. നന്ദിനിക്കെല്ലാം കഴിയും. നന്ദിനി ആളും മിടുക്കിയാണ്. എല്ലാവരെയും വെല്ലുവിളിച്ച് ആ വെല്ലുവിളിക്ക് തിരിച്ചടി കൊടുക്കാനും കഴിയും. പക്ഷേ ഇത്രയും കാലം പത്മ കമ്പനി, അതായത് പത്മ ആണല്ലോ എൻ്റെ അമ്മയുടെ കമ്പനിയുടെ പേര്, അവരെയൊക്കെ അടക്കി ഭരിച്ചിരുന്ന എൻ്റെ അമ്മ മറ്റുള്ളവർക്ക് മുന്നിൽ നന്ദിനി ഇന്ന് ഇംഗ്ലീഷ് സംസാരിച്ചാൽ അപമാനിതയാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എൻ്റെ ഭാര്യ, അതായത് നിൻ്റെ പെങ്ങൾ നന്ദിനി നന്മമരം ചമഞ്ഞ് അവിടെ ഇംഗ്ലീഷ് അറിയാത്തതുപോലെ തപ്പിപ്പിടിച്ച് ആൻഡ് യു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തപ്പിപ്പിടിച്ച് സംസാരിച്ചിരുന്നതെന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന വിവേക്, എടാ നിൻ്റെ ഭാര്യ നന്ദിനിയോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാര്യം നിൻ്റെ അമ്മ തന്നെയാണ്. അവരുടെ സ്വഭാവം കുറച്ച് മോശമൊക്കെ തന്നെയാണ്. നന്ദിനിയോട് വളരെ മോശമായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നന്ദിനി അവിടെ ഇംഗ്ലീഷ് സംസാരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും പത്മ മേഡത്തിന് പിന്നെ ഈ കമ്പനിയിൽ യാതൊരു വിലയും നിലയും ഉണ്ടാവില്ല. കാരണം ഒരു വെല്ലുവിളിയിൽ വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പാവപ്പെട്ട പെണ്ണിനെ ഇങ്ങനെയൊക്കെ പുച്ഛത്തോടു കൂടി സംസാരിച്ചാൽ ആർക്കും ചിലപ്പോൾ തിരിച്ചടിക്കും എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ ഈ വാക്കുകളൊക്കെ പറയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇതെല്ലാം കേട്ടിട്ട് എന്താ പറയുക, സൂര്യക്ക് ഇങ്ങനെ അരിശം കയറുകയാണ്. സൂര്യക്ക് സഹിക്കുന്നില്ല. തന്നോട് ചെയ്ത ഈ ഒരു ചതി ആലോചിച്ച് സൂര്യക്ക് സഹിക്കുന്നില്ല. സൂര്യ നന്ദിനിയോട് ആ സമയം പറയുന്നുണ്ട്, നീ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്തിട്ടും കാര്യമില്ല. അവരെന്ന സ്ത്രീയെ നിനക്ക് അറിയാഞ്ഞിട്ടാണ്. അവർ ആരോടും ദയയില്ലാത്തവരാണ്. നീ ഇതൊക്കെ ചെയ്തു കൊടുത്താലും അവർ നിന്നെ ആ കണ്ണിൽ കാണുകയോ സ്നേഹിക്കുകയോ ചെയ്യുമെന്ന പ്രതീക്ഷയോടുകൂടി നീ ഇതൊന്നും ചെയ്യണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം പിന്നീട് രാത്രിയാവുന്ന ഒരു സീനാണ്. അപ്പോൾ ഈ രാത്രിയാവുന്ന സീനിൽ നന്ദിനിക്ക് ഭയങ്കര വിഷമം വരികയാണ്. നന്ദിനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നന്ദിനി നിലാവെളിച്ചവും കൊണ്ട് പ്രകൃതിയുടെ ഭംഗിയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ തൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ വരുന്നുണ്ട്. കാരണം സൂര്യ ഇവിടെ അപമാനിതയായിരിക്കുകയാണല്ലോ. എന്നാൽ ഇപ്പോൾ സൂര്യയെ പ്രസവിച്ച അമ്മയും അങ്ങനെ ആവാൻ പാടില്ലല്ലോ. താനെ എവിടെയും നിലയും വിലയില്ലാത്ത ആളാണ്, തോട്ടക്കാരിയാണ് എന്നൊക്കെ തനിക്കറിയാലോ. അപ്പോൾ കാണാം ഇന്ദ്രജയും വേദയും വിജയും കൂടി മുകളിൽ നിന്നിങ്ങനെ എത്തി നോക്കുന്നത് കേട്ടോ. അപ്പോഴാണ് യതീന്ദ്രൻ നന്ദിനിയുടെ അടുത്തോട്ട് വരുന്നത്. അപ്പോൾ നന്ദിനി, നീ എന്താ ഈ നിലാവെളിച്ചത്ത് മഞ്ഞും കൊണ്ട് ഇവിടെ ഇരിക്കുന്നത്? എന്താ നിൻ്റെ പ്രശ്നം? നിനക്കിന്ന് വലിയ വിഷമം ഉണ്ടാക്കിയില്ലേ? സൂര്യ നിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നീ എൻ്റെ പത്മയെ രക്ഷിക്കുകയാണ് ചെയ്തത്. ഇത്രയും നാളും കൊണ്ട് നടന്ന എൻ്റെ പത്മ ഉമയമ്മാദേവിയുടെ അടുത്ത് പോലും ഇവിടെ നാണം കെട്ടിയിരുന്നു. കാരണം എപ്പോഴും ഒരാളെ കുറച്ച് കാണരുതെന്ന് ഉമയമ്മാദേവി ആ സമയം പറഞ്ഞു പോയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള നീ ഈ പറയുന്ന എൻ്റെ പത്മയെ നീ രക്ഷിക്കുകയാണ് ചെയ്തത്. നീ അവിടെ ഇംഗ്ലീഷ് പറയാത്തതിൽ സൂര്യ ഈ പറയുന്നത് പോലെ അവൻ്റെ അമ്മയോടുള്ള വാശി മാത്രമാണ്, അവൻ്റെ അമ്മയെ തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അവൻ്റെ ലക്ഷ്യം. പക്ഷേ അതിൽ അവനെ സ്നേഹിക്കുന്ന അവൻ്റെ അമ്മയുണ്ടല്ലോ, എത്രയോ ചെറുതായി പോവുകയാണ്. നീ അവിടെ ഇംഗ്ലീഷ് സംസാരിച്ചാലും ഉണ്ടാവാൻ പോകുന്നത്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവന് അവിടെ താഴ്ന്നാലും ഒരു കുഴപ്പമില്ല. ഇന്നലെ കയറി വന്ന നീ അവിടെ മറ്റുള്ളവർക്ക് മുന്നിൽ അങ്ങനെ തലകുനിച്ച് നിന്നാലും ആരും ഒന്നും പറയില്ല. പക്ഷെ അതുപോലെയല്ല പത്മ വളർത്തി എടുത്ത ആ കമ്പനിയിലെ സ്റ്റാഫുകൾക്കിടയിൽ ഉമയമ്മാദേവിക്ക് മുന്നിലും ഇങ്ങനെ പാവപ്പെട്ട ആളുകളെ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് പല ചോദ്യങ്ങളും അവിടെ വരും. ആർക്കും എന്തിനും കഴിവുണ്ട്, ആരെയും വില കുറച്ച് കാണരുത് എന്നൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പോൾ നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ പത്മയ്ക്ക് വേണ്ടി നിൻ്റെ കാലിൽ വീണ് മാപ്പ് പറയാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ വിജയും ഇന്ദ്രജയും കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തിനാണിപ്പോൾ പത്മയ്ക്ക് വേണ്ടി മാപ്പ് പറയുന്നത്? എൻ്റെ ഡാഡി, നിൻ്റെ അച്ഛൻ എന്തിനാണോ മാപ്പ് പറയുന്നത്? ഇവരിങ്ങനെ പരസ്പരം പറയുന്നുണ്ട് കേട്ടോ.
പിന്നീടാണെങ്കിലോ മോളെ എന്തായാലും മനസ്സ് വല്ലാതെ വിഷമിപ്പിക്കണ്ട, അകത്തോട്ട് കയറിക്കോ, ഇവിടെ ഇരുന്നിട്ട് പനി എന്തെങ്കിലും പിടിക്കും. അപ്പോൾ നന്ദിനി പറയാണ് അതൊന്നും കുഴപ്പമില്ല, ഞാനിവിടെ ഇരുന്നോട്ടെ, മനസ്സിനൊരു ശാന്തത കിട്ടുമല്ലോ, അതിന് വേണ്ടിയാണ് സൂര്യ സാറിനെ വേദനിപ്പിച്ചതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ പത്മ മേഡത്തിന് അതെനിക്കറിയാം മോളെ, നീ വിഷമിക്കണ്ട, നീ ഒരു നല്ല പ്രവൃത്തിയാണ് പത്മക്ക് ചെയ്തു കൊടുത്തതെന്ന് പറയട്ടോ. ഇതേസമയം ഇന്ദ്രജയും വിജയും കൂടി മമ്മിയോട് ഒരു കാര്യം പറയട്ടെ, ഇവിടെ നടക്കുന്നത് എന്താണെന്ന് മമ്മിക്കറിയോ? അത് കേട്ട ഉടനെ തന്നെ പത്മ ചോദിക്കുക എന്താണ്? അതെ ഡാഡിയില്ലേ, ഡാഡി ഇന്ന് ഈ പറയുന്ന നന്ദിനിയുടെ കാല് പിടിച്ച് പത്മയ്ക്ക് വേണ്ടി മാപ്പ് പറയാം എന്നൊക്കെ പറയുന്നത്. എന്താ നിങ്ങൾ പറയുന്നത്? അതെ ഡാഡി പറയുന്നത് നീ ചെയ്ത് വലിയൊരു കാര്യമാണ്, നീ പത്മയ്ക്ക് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു, അവളുടെ അറിവുകേട് കൊണ്ടാണ് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്, അവളുടെ കണ്ണിന് മഞ്ഞ് ബാധിച്ചിരിക്കുകയാണ്, അങ്ങനെയുള്ള അവളെല്ലാം മഞ്ഞയായി അവൾക്ക് തോന്നുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ പത്മയ്ക്ക് ദേഷ്യം പിടിക്കണേ. അതുകൊണ്ട് ഡാഡി എന്തിനാണ് അവളോട് പത്മയ്ക്ക് വേണ്ടി ഞാൻ എന്നോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞതൊന്ന് ചോദിച്ചു നോക്കിയെന്ന് പറയാം കേട്ടോ. അങ്ങനെ ഈ സമയം ഈ വാക്കുകൾ അങ്ങ് കേട്ട ഉടൻ തന്നെ പത്മ ദേഷ്യത്തോടു കൂടി യതീന്ദ്രൻ്റെ മുന്നിലോട്ട് ചെല്ലാണ്. യതീന്ദ്രൻ്റെ മുന്നിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്, അയ്യോ എൻ്റെ സാറേ, അതായത് എൻ്റെ മാഷേ, നിങ്ങളൊരു കാര്യം പറഞ്ഞ് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നത്. നിങ്ങൾ ആ നന്ദിനി എന്ന് പറയുന്ന നന്മമരം ഉണ്ടല്ലോ, നിങ്ങൾ കൊണ്ട് നടക്കുന്ന നന്മമരമായി കൊണ്ട് നടക്കുന്ന ആ ദേവത, അവളോട് നിങ്ങൾ എനിക്ക് വേണ്ടി മാപ്പ് പറഞ്ഞത് എന്തിനാണെന്നൊന്ന് പറയുമോ? അതെന്തിനാ? നിനക്ക് അവളെ വഴക്ക് പറയാനാണോ? അല്ല, അവളെ പൂവിട്ട് പൂജിക്കാനാണ്. അത്രയും നല്ല സ്വഭാവ ഗുണമുള്ളവളാണല്ലോ, അപ്പോൾ അവൾ അത്രയും നല്ല മഹാലക്ഷ്മിയാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. എന്തിനാണാവോ നിങ്ങൾ അവളോട് എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞത്? എന്താണ് അവൾ ഇത്ര വലിയ ത്യാഗം ചെയ്തത്? അത് കേട്ട ഉടൻ തന്നെ യതീന്ദ്രൻ പറയണ ചില കാര്യങ്ങൾ പറയാതിരിക്കുകയാണ് നല്ലത്. പറഞ്ഞിട്ടും കാര്യമില്ല, ഇല്ല നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പോയിട്ട് പൂജിക്കലും അവൾക്ക് വലിയ സമ്മാനങ്ങൾ കൊടുക്കലൊക്കെ ഞാൻ ചെയ്യാം, അതുകൊണ്ടാണ്. അപ്പോൾ യതീന്ദ്രൻ പറയണേ ഇല്ല, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറയാം കേട്ടോ. ഇതേ സമയം സൂര്യയാണെങ്കിലോ പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ പുറത്ത് നന്ദിനി വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നന്ദിനിയെ കണ്ടുടനെ, നന്ദിനി നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഒന്നുമില്ല, സൂര്യ സാറിനെ ഞാൻ വേദനിപ്പിച്ചു, അതൊക്കെ പോട്ടെ, സാരമില്ല, അപ്പോഴത്തെ സമയം ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, എന്തായാലും നീ ഇങ്ങ് വായോ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയുടെ കൈ പിടിച്ച് അകത്തോട്ട് കയറുമ്പോൾ പത്മ യതീന്ദ്രൻ്റെ ചോദ്യം ചെയ്യാണ് കേട്ടോ. നിങ്ങളത് പറയുന്നുണ്ടോ? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ അവളോട് മാപ്പ് ചോദിച്ചത്? അത് എനിക്കറിയണം എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്ന സമയത്ത് ഒരു വീഡിയോ ഇങ്ങനെ ഓണായി വരുന്ന ഒരു സൗണ്ട് ഇട്ട്, അതായത് നന്ദിനി ഇംഗ്ലീഷ് പറയുന്ന ആ ഒരു കാര്യം, അതായത് ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം സൂര്യ നല്ല വഴക്ക് പറഞ്ഞിട്ട് പിന്നെ സൂര്യ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നന്ദിനി ഇംഗ്ലീഷ് പറയുന്നുണ്ടല്ലോ, അത് സൂര്യ വീഡിയോ ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പത്മയ്ക്ക് വേണ്ടി താൻ വിട്ടുകൊടുത്തതാണ്, നിങ്ങളുടെ അമ്മ ആ കമ്പനിയിൽ ഒന്നും അല്ലാതായി പോകും എന്തുകൊണ്ട് വിട്ടുകൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ആ ഇംഗ്ലീഷ് കേട്ടിട്ട് ഇവരെല്ലാവരും ഞെട്ടിപ്പോവാണ്. പത്മയും അതുപോലെ തന്നെ ഈ പറയുന്ന ഇന്ദ്രജയും വേദയും വിജയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. ഇത് മൊബൈൽ പകർത്തിയിരിക്കുകയാണ്. എന്നിട്ട് നന്ദിനി പൊട്ടിക്കരഞ്ഞും കൊണ്ട് പറയുന്നുണ്ട്, സൂര്യ സാർ, ഞാൻ നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ അമ്മ ഒരിക്കലും എനിക്ക് മുന്നിൽ ചെറുതായി പോരുത്, ഞാൻ അവിടെ ഇംഗ്ലീഷ് സംസാരിച്ചാൽ ഇത്രയും കാലം നിങ്ങളുടെ അമ്മ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ഇമേജ് നിങ്ങളുടെ അമ്മക്ക് നഷ്ടപ്പെടും, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയാതിരുന്നതെന്ന് പറയണം കേട്ടോ. അത് കേട്ട ഉടനെ തന്നെ പത്മ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. എങ്കിലും പത്മ ദുഷ്ട സ്വഭാവം തന്നെ കേട്ടോ. അപ്പോഴേക്കും യതീന്ദ്രൻ ചോദിക്കുകയാണ്, നീ എന്തിനാണ് അത് ഇവിടെ ആവശ്യമില്ലാതെ ഓണാക്കിയത്? ഇവരെ അറിയണം ഡാഡി, ഇവരറിയണം, ഇവരുടെ കഴിവ് കൊണ്ടാണ് എല്ലാം നേടിയെടുത്തത്. തോട്ടക്കാരി പെണ്ണിന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്നവർ പലവട്ടം പറഞ്ഞ് പുച്ഛിച്ചല്ലോ, അതായത് എവിടെയോ ഉണ്ടാവുമല്ലോ ഒരു ശകുനം എന്നൊക്കെ പറഞ്ഞ് ഇവർ കളിയാക്കിയല്ലോ. ഇവർക്ക് വേണ്ടിയാണ് അത് വേണ്ടെന്ന് വെച്ച് അവിടെ ഒഴിഞ്ഞു പോയതെന്ന് ഇവരറിയട്ടെ. അത് കേൾക്കുന്ന പത്മ പറയണേ, ഞാൻ അറിഞ്ഞിട്ട് എന്തിനാടാ? നിൻ്റെ ഭാര്യയുടെ കാല് തൊട്ട് ഞാൻ ഇതാക്കുന്ന നീ പറയുന്നത്, കാല് തൊട്ട് ഞാൻ മാപ്പ് പറയുന്ന നീ പറയുന്നത്, അങ്ങനെ നീ വിചാരിച്ചോ? എന്നാൽ ഇത് എന്നല്ല, എന്ത് തന്നെ നിൻ്റെ ഭാര്യ ചെയ്താലും അതൊന്നും എൻ്റെ കണ്ണിൽ പോവില്ല, അതൊന്നും എനിക്ക് വിലയുണ്ടാവില്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന നന്ദിനിയോട് ചോദിക്കാൻ, ഇപ്പം എന്തായി, നിനക്ക് എന്തെങ്കിലും കിട്ടിയോ? ഇവരവിടെ എല്ലാവർക്കും മുന്നിൽ നാണം കെടണം, ഇവരുടെ മനസ്സിലുള്ള കുശുമ്പും കുഞ്ഞായ്മയും പറയാതിരിക്കാൻ നല്ലത്. ഇവർ ഈ കാണുന്ന സ്ത്രീയൊന്നല്ല,
നീ ചിന്തിക്കേണ്ടത് എന്താ നന്ദിനി? നിൻ്റെ കാര്യം മാത്രം നോക്കുക. ഇവരുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. ഇവർക്ക് മറ്റുള്ളവരുടെ വിഷമവും അതുപോലെ അതൊന്നും അറിയില്ല. മറ്റുള്ളവർ ചെയ്യുന്ന ഉപകാരം ഇവർ മനസ്സിലാക്കില്ല. ഇവരെപ്പോലെ ഒരു സ്ത്രീക്ക് വേണ്ടി, അതായത് എൻ്റെ ഈ നിൽക്കുന്ന അമ്മയ്ക്ക് വേണ്ടിയാണല്ലോ നീ അവിടെ ഇത്രയും പേരുടെ മുന്നിൽ നിന്നെ ചെറുതാക്കി കളഞ്ഞത്. അത് നീ ചിന്തിക്കണമായിരുന്നു. ഇപ്പോൾ അവർ പറഞ്ഞത് കണ്ടില്ലേ? എന്തിന് നീ നിൻ്റെ ജീവൻ കൊടുത്ത് ഇവരെ രക്ഷിച്ചാൽ പോലും ഇവർ നിന്നെ നല്ലൊരു മരുമകളായോ, നല്ലൊരു അതായത് പുറത്തു നിന്ന് നോക്കിയാൽ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്നുള്ള ആ ലെവലിൽ പോലും ഇവർ കാണില്ല. അത്രയും ദുഷ്ട സ്വഭാവമാണ് ഇവരിലുള്ളത് എന്നിങ്ങനെ സൂര്യ മുഖത്തടിച്ച് പറയാൻ കേട്ടോ.